ഏവർക്കും നമസ്തേ. പ്രിയമുള്ളവരെ, സ്നേഹപൂർവ്വം ആത്മാക്കൾക്കൊപ്പം തെരേസ എന്ന എൻ്റെ ആത്മകഥയുടെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ബുക്ക് വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ പേഴ്സണൽ കൺസൾട്ടേഷനോ വേണ്ടിയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ഐ എം എ സൈക്കിക് മീഡിയം ആൻഡ് ടാരോ കൺസൾട്ടൻറ്റ് അപ്പാർട്ട് ഫ്രം ബീങ് എൻ അക്കാദമിഷ്യൻ ആൻഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഈ പുനർജന്മത്തിനെ പറ്റി ഒരുപാട് ആളുകൾക്ക് നിരവധിയായിട്ടുള്ള സംശയം എപ്പോഴുമുള്ള ഒരു കാര്യമാണ്. പുനർജന്മത്തിനെ പറ്റി എന്താണ് നാം മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ എൻ്റെ ബുക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാം. ആദ്യമായി പറയുകയാണെങ്കിൽ ഭഗവത്ഗീതയിൽ പുനർജന്മ സങ്കല്പത്തെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇപ്പോൾ ഹിന്ദു മത വിശ്വാസപ്രകാരം ആത്മാവ് അനശ്വരമാണ്, അല്ലേ? അനശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാശം ഇല്ലാത്തത്, എപ്പോഴും നിലനിൽക്കുന്നത്. ജനന പുനർജന്മ ചക്രങ്ങളിലൂടെ കടന്നു പോവുകയും ഒടുവിൽ മോക്ഷം ലഭിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ് പുനർജന്മത്തിനെ നാം കണക്കാക്കേണ്ടത്. ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ ആവർത്തിച്ചുള്ള ഈ പാത ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ പലയിടത്തായിട്ട് അനാവരണം ചെയ്തിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്ക് ഒരു ഗ്രന്ഥമായിട്ട് പറയാൻ സാധിക്കുന്നതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ പുനർജന്മത്തെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറയുന്നു: പഴയ ജീർണിച്ച വസ്ത്രങ്ങൾ മാറ്റി പുതിയത് ധരിക്കുന്നത് പോലെയാണ് ഒരു വ്യക്തി തൻ്റെ ആത്മാവിനെ ഭൗതികമായ പഴയ ശരീരത്തിൽ ഉപേക്ഷിച്ച് പുതിയൊരു ശരീരത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന പ്രക്രിയ. ഈ പ്രക്രിയയാണ് പുനർജന്മം. മാത്രമല്ല, മരണം എന്നത് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്കുള്ള ആത്മാവിൻ്റെ പരകായ പ്രവേശം മാത്രമാണ് എന്നും ആത്മാവിന് മരണമില്ല എന്നും ഗീതയിൽ കുറിക്കുന്നുണ്ട്. അതായത് ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല അല്ലെങ്കിൽ മരിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ആത്മാവ് നൂറ്റാണ്ടുകൾ നിലനിൽക്കും എന്നും ആയതിനാൽ ആത്മാവ് അനശ്വരമാണെന്നും എന്നാൽ ശരീരം നശ്വരമാണെന്നുമാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും ഞാനുമായിട്ട് ആസ് എ സൈക്കിക് മീഡിയം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഡിപ്പാർട്ടഡ് ആയിട്ടുള്ളവരുമായിട്ടുള്ള സോൾ കമ്മ്യൂണിക്കേഷൻ സമയത്ത് ആ വ്യക്തി ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഏത് തലത്തിലാണ് അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിലാണ് നിലവിലുള്ളത് എന്നുള്ളത് ഒരു പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൂടാതെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പുനർജന്മം ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയും. അപ്പോൾ എൻ്റെ ക്ലയൻസിൻ്റെ കേസ് എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. പല കൺസൾട്ടേഷൻ കേസസിലും പുനർജന്മം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പറഞ്ഞിട്ടുണ്ട് പുനർജന്മമുണ്ട്. അത് ഒന്നുകിൽ എൻ്റെ ഫാദറിൻ്റെ ഫാമിലി സൈഡിലായിരിക്കാം, അല്ലെങ്കിൽ മദറിൻ്റെ ഫാമിലി സൈഡിലായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് എവിടെയെങ്കിലും ആയിരിക്കാം എന്നുള്ള കാര്യത്തിനെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ മാറ്റേഴ്സ് ആയതുകൊണ്ട് ആരാണ്, ഏതാണ്, എവിടെയാണ് എന്നൊന്നും എനിക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കത്തില്ല. സംടൈംസ് അവർ എത്ര വർഷത്തിനുള്ളിലായിരിക്കും ഈ റീബർത്ത്, പുനർജന്മം എന്നുള്ളതിനെ പറ്റിയും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റീബർത്ത് അങ്ങനെ 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ 3 വർഷത്തിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞ കേസസ് ഒക്കെ തന്നെയും അവരൊക്കെയും കുട്ടികളായിട്ട് ഇപ്പോൾ റീബർത്ത് ആയിട്ടുണ്ട്. അതെന്നെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷമാണ്. കാര്യം അന്ന് ആ കൺസൾട്ടേഷനൊക്കെ ഞാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ല, ഇന്ത്യയിലില്ല, യൂറോപ്പിലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തിരിച്ചു വന്ന സമയത്ത് ഇതൊക്കെ അറിയുക എന്ന് പറയുന്നതും ആ ക്ലയൻറ്റ്സ് വിളിക്കുക, അവരോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്ന വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കേസസിലും 1 വർഷത്തിനുള്ളിലാണ് അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലാണ് 3 വർഷത്തിനുള്ളിലാണ് എന്നുള്ളത് ഒരിക്കലും സാധ്യമാകത്തില്ല. ചില കേസസിൽ 25 30 വർഷമായിരിക്കാം, ചിലപ്പോൾ 60 വർഷമായിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കാം. ചില കേസസിൽ പുനർജന്മമേ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, പെട്ടെന്നൊരു അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് എൻ്റെ അച്ഛൻ ആ കുട്ടിയായിരിക്കാം, അല്ലെ എൻ്റെ അമ്മ ചിരിക്കുന്നത് പോലെയാണ് ഈ കുട്ടി ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ദാറ്റ് മേ നോട്ട് ബി യുവർ മദർ ഓർ യുവർ ഫാദർ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ വൈഫോ ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള കുട്ടികളോ ഒക്കെ ആകണമെന്ന് നിർബന്ധമില്ല. എല്ലാ കേസസിലും ഈ പറഞ്ഞ പോലെ 1 2 വർഷത്തിനുള്ളിലൊന്നും യാതൊരു കാരണവശാലും റീബർത്ത് പോസിബിൾ അല്ല. അപ്പോൾ അത് നമ്മളുടെ ഒരു ആഗ്രഹമാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? സമാധാനത്തോടെ, ശാന്തമായി, സ്വസ്ഥമായി, സന്തോഷത്തോടെ, ഈശ്വരാനുഗ്രഹത്തോടു കൂടി ആയുസ്സും ആരോഗ്യവും ശാന്തിയും സമാധാനവും ബുദ്ധിയും ശക്തിയും നന്മയും ദീർഘായുസ്സുമുള്ള
ആ വാക്കുകൾ വളരെ പ്രാധാന്യമുണ്ട്. ദീർഘായുസ്സുമുള്ള നല്ലൊരു മകനോ മകളോ ആയിട്ട് നല്ലൊരു പിതാവിൻ്റെയും മാതാവിൻ്റെയും നല്ലൊരു ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ എൻ്റെ മരിച്ചുപോയ മകനെയോ അല്ലെ മകളെയോ അച്ഛനെയോ അമ്മയോ സഹായിക്കണമേ. അവർക്ക് റീബർത്ത് ഉണ്ടെങ്കിൽ, അവർക്ക് പുനർജന്മം ഉണ്ടെങ്കിൽ സഹായിക്കണമേ. അതിനു വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വേണം ദയവ് ചെയ്ത് നമ്മളൊക്കെ തന്നെയും പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ആൾ ഡിപ്പാർട്ടഡ് ആയി കഴിയുമ്പോൾ, ദൈവവിയോഗം നടത്തി കഴിയുമ്പോൾ ആ ആത്മാവ് ഏതൊക്കെ തലങ്ങളിലായിരിക്കും ആവുക എന്നുള്ളതിനെ പറ്റിയും കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കും ആ കർമ്മങ്ങളുടെ ഫലങ്ങൾക്കും ഉപരിയായിട്ടാണ് നമ്മുടെ പ്രീവിയസ് ബർത്തിലെ ചില കർമ്മങ്ങളും കർമ്മഘടകങ്ങളും കൂടെ സ്വാധീനിച്ചാണ് ഒരാൾ ഡിപ്പാർട്ടഡ് ആയി പോയി കഴിയുമ്പോൾ ഏത് തലത്തിലാണ് എത്തുക എന്നുള്ളതിനെ പറ്റി അറിയാനായിട്ട് സാധിക്കുക. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാൾ, ഒരു ഫാദർ ഡിപ്പാർട്ടഡായി ഒരു 70 വയസ്സുള്ള സമയത്ത് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ജീവനോടുകൂടി ഇരിക്കുന്ന സമയത്ത് ചെയ്ത അയാളുടെ ജീവിത രീതികൾ, പ്രവർത്തികൾ മറ്റുള്ള ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ക്രൂരനായിരുന്നോ അല്ലയോ, അല്ലെങ്കിൽ വളരെ സാധുവായ ഒരു പാവമായിട്ടുള്ള മനുഷ്യരാണോ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു സമയത്ത് ദേഹവിയോഗത്തിന് ശേഷം ഈ സോള് 1 മുതൽ 7 വരെയുള്ള തലങ്ങളിൽ ഏത് തലത്തിലാണ് എത്തിച്ചേരുക എന്നുള്ളത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ നല്ലൊരു മനുഷ്യനായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു 6.5 7 റലത്തിലൊക്കെ ആയിരിക്കും, മണ്ഡലത്തിലൊക്കെ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, കർമ്മങ്ങളൊക്കെ ശുദ്ധമായ ഹൃദയത്തോടു കൂടിയും പഴിക്കാതെയും കുറ്റപ്പെടുത്താതെയും അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ഹിഡൻ അജണ്ടയൊന്നും വെക്കാതെയും വളരെ സിൻസിയറായിട്ടാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഒരു ചടങ്ങിന് വേണ്ടി ഓടിപ്പോയി അവിടെ പോയി ഇവിടെ പോയി ആ പൂജ ചെയ്തു ഈ പൂജ ചെയ്തു, അല്ലെങ്കിൽ ആ തിരുമേനിയെ കൊണ്ട് ഇന്ന പൂജ ചെയ്യിപ്പിച്ചു, ഇത്ര ലക്ഷം രൂപയുടെ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു, ഇതിനൊന്നും അല്ല പ്രാധാന്യം. സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ആ പിതാവിന് നന്മയുണ്ടാകണമേ, ആത്മശാന്തി ലഭിക്കണമേ, പുനർജന്മം ഉണ്ടെങ്കിൽ പുനർജന്മത്തിലേക്ക് പോകുവാൻ സഹായിക്കണമേ എന്ന് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് പോലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് അതിതീവ്രമായ ശക്തിയാണ്. ഈ കാറ്റ് പോലെ വളരെ നല്ല കാറ്റാണ്. നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് പോലും പ്രകൃതിക്ക് അങ്ങേയറ്റം സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊരു റിയാലിറ്റിയാണ്. പുനർജന്മം, മരണം, ജനനം, മരണം, പുനർജന്മം എന്നൊക്കെ പറയുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ഈ റിയാലിറ്റി മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ആളുകൾ അവിടെ ഇവിടെ അതും ഇതുമൊക്കെ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സോൾ കമ്മ്യൂണിക്കേഷൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്പിരിച്വൽ പാത്തിൽ ഇത്രയും സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ റീബർത്തായ കേസസും എനിക്ക് അറിയാവുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് തലത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ ഈ ജന്മത്തെ കർമ്മവും പ്രീവിയസ് ബർത്തിൽ എന്തെങ്കിലും കാർമിക് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ആ ഡെപ്റ്റൊക്കെ സ്റ്റിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജന്മത്തെ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതിനെ പറ്റി എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ 2 മെയിൻ കേസസാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് പുനർജന്മം എന്ന് ഉള്ള ഒരു കാര്യവും എത്ര സമയത്തിനുള്ളിലാണിത് സാധ്യമാകുന്നത് എന്നുള്ളതും. അപ്പോൾ പുനർജന്മം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ സോൾസിനും പുനർജന്മം കാണത്തില്ല. ചിലർ ഈ ഒരു ബർത്ത് എന്ന് പറയുന്നത്, ഈ ഒരു ഡെത്ത് എന്ന് പറയുന്നത് ലാസ്റ്റ് ബർത്തായിരിക്കും, അവസാന ജന്മമായിരിക്കാം ഇത്. അപ്പോൾ അവരുടെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് സ്വസ്ഥമായ ഡിപ്പാർട്ടഡായ സിറ്റുവേഷനാണ്. ചില ആളുകളെ സംബന്ധിച്ച് 1 വർഷമോ 2 വർഷമോ 10 വർഷമോ അല്ലെങ്കിൽ 60 വർഷമോ ഒക്കെ സമയമെടുക്കാം ഒരു പുനർജന്മത്തിലേക്ക് പോകുവാനായിട്ട്. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം നമ്മുടെ ഈ ജന്മത്തിലെ കർമ്മങ്ങൾ ഇനിയുള്ള സമയങ്ങളിലും കറക്റ്റ് ചെയ്യുവാനും നന്മയായിട്ട് പോകുവാനും ഈശ്വരവിശ്വാസത്തിൽ പോകുവാനും, അത് വെറുതെ ഫേക്കായിട്ടുള്ളൊരു വിശ്വാസമോ ആരെങ്കിലും കാണിക്കുന്നതിന് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളോ ഒന്നും ആയി പോകാതെ റിയാലിറ്റി മനസ്സിലാക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതിലും അധിഷ്ഠിതമായിരിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വൺസ് അഗെയിൻ, കൺസൾട്ടേഷൻ വേണ്ട ആളുകളോ സോൾ കമ്മ്യൂണിക്കേഷനോ ബുക്കോ ടാരോ സെഷനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, സീരിയസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജ്, യൂട്യൂബ് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും കാണുക. മാലാഖമാർ എൻ്റെ വീട്ടിൽ വന്നത് തീർച്ചയായിട്ടും കാണുക.
നിങ്ങളതൊക്കെ കണ്ട് പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. നിങ്ങൾക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ കാണുന്നത് കാര്യങ്ങൾ, ഈ ഒരു ഡിവൈൻ അപ്പാരിഷൻസ് ഒക്കെ ലോകത്തോ എവിടെയും കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലെ അപ്പാരിഷൻസ്, മാലാഖമാർ എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നതോ അല്ലെങ്കിൽ ദേവതകൾ പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഇരുത്തിയൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനയോടുകൂടി സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ബ്ലെസ്സിങ് ഉണ്ടാകും. എല്ലാവർക്കും അതുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.